ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. തിരുവനന്തപുരത്തെ SFI KSU സംഘർഷം ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് SFI മാർച്ച്. കേരള സർവകലാശാല തിരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ SFI നടത്തിയ ആഹ്ലാദ പ്രകടനത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് SFI മാർച്ച് നടത്തും. പാളയത്ത് രാത്രിയിലാണ് SFI KSU സംഘർഷം ഉണ്ടായത്. പ്രവർത്തകർ തമ്മിൽ കല്ലേറുണ്ടായി. പോലീസ് കണ്ണീർ വാതകവും ജലപീരങ്കിയും പ്രയോഗിച്ചു. ലാത്തി വീശിയിട്ടും പ്രവർത്തകർ പിരിഞ്ഞുപോയില്ല. കോൺഗ്രസ് അനുകൂല ഫ്ലക്സ് ബോർഡുകൾ SFI പ്രവർത്തകർ വ്യാപകമായി നശിപ്പിച്ചു. +1 പ്രവേശനം, അധിക സീറ്റുകളും ബാച്ചുകളും അനുവദിച്ച് സർക്കാർ. +1 അധിക സീറ്റുകളും ബാച്ചുകളും അനുവദിച്ച സർക്കാർ 7 ജില്ലകളിൽ 30%, 2 ജില്ലകളിൽ 20% സീറ്റ് കൂട്ടി. തിരുവനന്തപുരം, പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് 30% മാർജിനിൽ സീറ്റ് വർദ്ധിപ്പിച്ചത്. കൊല്ലം, തൃശൂർ ജില്ലകളിൽ 20% വീതവും സീറ്റ് കൂട്ടി. എയ്ഡഡ് സ്കൂളുകളിൽ 20% സീറ്റ് വർദ്ധിപ്പിച്ചു. ഹർഷിന ഇന്ന് സർക്കാർ ജോലിയിൽ പ്രവേശിക്കും. നിയമനം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഓഫീസ് അറ്റൻഡറായി. പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ KK ഹർഷിന ഇന്ന് ജോലിയിൽ പ്രവേശിക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ ആശുപത്രിയിൽ ഓഫീസ് അറ്റൻഡറായാണ് നിയമനം നൽകിയിരിക്കുന്നത്. ഹർഷിനയുടെ പ്രസവ ശസ്ത്രക്രിയ നടന്നത് ഇതേ ആശുപത്രിയിലായിരുന്നു. ഹർഷിന മുഖ്യമന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും കണ്ടതിന് തൊട്ടു പിന്നാലെയാണ് ജോലി നൽകിയുള്ള ഉത്തരവ് ഇറക്കിയത്. നിയമന ഉത്തരവ് കൈമാറുവാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെ ചുമതലപ്പെടുത്തിയിരുന്നു. ഹർഷിനയുടെ 3ാം പ്രസവ ശസ്ത്രക്രിയ നടന്നത് ഇതേ ആശുപത്രിയിലായിരുന്നു. ഔദ്യോഗിക എക്സ് അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തതിനെതിരെ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ച് CJP. ഔദ്യോഗിക എക്സ് അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തതിനെതിരെ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ച് കോക്രോച്ച് ജനതാ പാർട്ടി. സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെയാണ് ഡൽഹി ഹൈക്കോടതി ഹർജി നൽകിയത്. എക്സിൽ അക്കൗണ്ട് തുടങ്ങി 5 ദിവസത്തിനകം അക്കൗണ്ട് മരവിപ്പിച്ച നടപടിയാണ് ഹർജിയിൽ ചോദ്യം ചെയ്യുന്നത്. ദേശീയ സുരക്ഷയെക്കുറിച്ച് ആശങ്കയുണ്ടാക്കുന്നുവെന്ന ഇന്റലിജൻസ് ബ്യൂറോ നിർദ്ദേശം അനുസരിച്ചുകൊണ്ടാണ് അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തതെന്നായിരുന്നു സർക്കാർ വൃത്തങ്ങളിൽ നിന്നും ലഭിച്ച വിശദീകരണം. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. പാർട്ടിയെ തകർക്കുന്നത് മുകളിലുള്ളവർ, പൈസയുണ്ടാക്കുക മാത്രം ലക്ഷ്യം. CPIM-നെതിരെ വിമർശനവുമായി G സുധാകരൻ. CPIM-നെതിരെ വീണ്ടും വിമർശനവുമായി G സുധാകരൻ MLA. പൈസയുണ്ടാക്കുക, ശാപ്പാടടിക്കുക, രാജ്യം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുക, ഇതാണിപ്പോൾ CPIM-ൽ നടക്കുന്നത് എന്നാണ് വിമർശനം. പാർട്ടിയുടെ മുകളിലിരിക്കുന്നവരാണ് പാർട്ടിയെ തകർക്കുന്നത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അമ്പലപ്പുഴ ടൗൺ യൂണിറ്റ് വാർഷിക പൊതുയോഗ വേദിയിലാണ് G സുധാകരന്റെ വിമർശനം. ഫോൺ വിളി വിവാദം, സുജിത് ദാസിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള അന്വേഷണ റിപ്പോർട്ട് പുനഃപരിശോധിക്കണം. മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി PV അൻവർ. ഫോൺ വിളി വിവാദത്തിൽ മലപ്പുറം മുൻ SP സുജിത് ദാസിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള അന്വേഷണ റിപ്പോർട്ട് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി PV അൻവർ. സർക്കാർ നിയോഗിച്ച SITക്ക് മുൻപാകെ സുജിത് ദാസുമായുള്ള ഫോൺ സംഭാഷണം അടങ്ങിയ പെൻഡ്രൈവ് സമർപ്പിച്ചതായും കത്തിൽ സൂചിപ്പിക്കുന്നു. എൽദോസ് കുന്നപ്പിള്ളി പീഡിപ്പിച്ചിട്ടില്ല, കോടതിയിൽ മൊഴി മാറ്റി പരാതിക്കാരി. മുൻ MLA എൽദോസ് കുന്നപ്പിള്ളിലിന് എതിരായ ബലാത്സംഗ കേസിൽ മൊഴി മാറ്റി പരാതിക്കാരി. എൽദോസ് കുന്നപ്പിള്ളിയിൽ പീഡിപ്പിച്ചിട്ടില്ലെന്നാണ് പുതിയ മൊഴി. നെയ്യാറ്റിൻകര കോടതിയിലെ വിചാരണയ്ക്കിടെയാണ് മൊഴി മാറ്റിയത്. കേസിന്റെ വിചാരണ നെയ്യാറ്റിൻകര കോടതിയിൽ നടന്നു വരികയാണ്. MLAയുടെ സുഹൃത്തുക്കളായ റെനീഷ, സിപ്പി നൂറുദ്ദീൻ എന്നിവർ ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണവും ഉന്നയിച്ചിരുന്നു. ഇതും ഉണ്ടായിട്ടില്ലെന്ന മൊഴി മാറ്റവും ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.